നാണമില്ലല്ലോ എനിക്ക്. ചെല്ല് ചെല്ല്, എന്നിട്ടൊരു നല്ല പാര പണിത് വേഗം വാ. ഇതാരിത് ഈ നേരത്ത്? സമയത്ത് വിളിച്ചോണം. ഹലോ ഹലോ, മിസ്റ്റർ മാനവേന്ദ്രൻ. യെസ്, ഞാൻ ഇൻഡെക്സ് കേബിൾസിന്റെ MD കണ്ടത്തിൽ ജെയിംസ്. താങ്കൾ ഇപ്പോൾ പോണ്ടിച്ചേരിയിലുണ്ടെന്ന് ഓഫീസിൽ വിളിച്ചു പറഞ്ഞു. അതെ, ഞാനിപ്പോ പോണ്ടിച്ചേരിയിലാണ്. ഞാനും പോണ്ടിച്ചേരിയിലുണ്ട്. പുതിയ 1-2 ആഡിന്റെ ഓർഡറിനെ കുറിച്ച് താങ്കളുമായിട്ട് സംസാരിക്കാനുണ്ട്. ഞാൻ ഇത്ര തിരക്കിലാണ്. ആഫ്റ്റർനൂൺ ഫ്ലൈറ്റ് ഞാൻ ഡൽഹിയിലേക്ക് മടങ്ങും. അതിനുമുമ്പ് താങ്കളൊന്ന് നേരിട്ട് കാണണം. ഞാനും കുറച്ച് തിരക്കിലാണ്, ഇന്ന് കാണാൻ സാധിക്കില്ല. അയ്യോ, അങ്ങനെ പറയരുത്. വേറെയും ക്ലയന്റ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മിസ് ചെയ്ത നല്ലൊരു ലിങ്കാണ് നഷ്ടപ്പെടുന്നത്. ആയിക്കോട്ടെ, പക്ഷെ ഇന്ന് ഞാൻ ബിസിയാണ്. ഐ ആം സോറി. താങ്കൾ പോണ്ടിച്ചേരിയിലുണ്ടെന്ന് മിസ്റ്റർ നമ്പ്യാരാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. ഈ ഓർഡർ കമ്പനിക്ക് വേണമെന്ന് അദ്ദേഹമാണ് എന്നോട് റിക്വസ്റ്റ് ചെയ്തത്. താങ്കൾക്ക് താല്പര്യമില്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് വിളിച്ചു പറയാം. എന്നാ വെക്കട്ടെ. ഹലോ ഹലോ. യെസ്, ഹലോ. അല്ല, എവിടെയാ കാണേണ്ടത്? എവിടെ കാണുമെന്ന്? ഗോബട്ട് അവന്യൂവിൽ സ്റ്റാച്യുവിന് മുമ്പിൽ കാണുന്നു പറ. അവിടെ കാണാം. ഗോബട്ട് അവന്യൂവിൽ സ്റ്റാച്യുവിന് മുമ്പിൽ കാണാം. ഓക്കെ, ഞങ്ങൾ അവിടെ എത്താം. പക്ഷേ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ, എങ്ങനെ തിരിച്ചറിയും? തിരിച്ചറിയാൻ ഒരു മിനിറ്റ്. അതെ, തിരിച്ചറിയാൻ ഒരു അടയാളം പറയാൻ. അടയാളോ? അടയാളം പറയാം. 2 കൈയിലും ഓരോ മാമ്പഴം പിടിച്ചോണ്ട് നിന്നാ മതി. ഓക്കെ. ഹലോ ഹലോ. മാമ്പഴോ? ഇതെന്തൊരു അടയാളം? ഇതൊക്കെ വട്ടാണോ? നമ്പ്യാരല്ലേ ഫ്രണ്ട്? ഈ കിച്ചു എവിടെ ഉണ്ട്? കിച്ചു, അത്യാവശ്യമായിട്ട് 2 മാമ്പഴം വേണം. എവിടെ കിട്ടും? നീലം മാമ്പഴമാണെങ്കിൽ സേലത്ത് പോകണം. ഇനി മൽഗോവയാണെങ്കിൽ ഗോവയിൽ. ഒന്നും വേണ്ട, 2 സാധാ മാമ്പഴം മാർക്കറ്റിൽ പോയി മേടിച്ചോണ്ട് അർജന്റ് ആണ്. എന്തിനാ സാർ ഇപ്പൊ മാമ്പഴം? വേദനിക്കത്തില്ലേ? പറയുന്ന അനുസരിച്ചാ മതി. കമോൺ ക്വിക്ക്. അങ്ങോട്ട്. സ്വയം പാരയായി. അല്ലേലും നീ സ്വയം പാരയാണല്ലോ. ഇനി എന്നെ നിരപരാധിയാക്ക്. നിന്നെ Index cables. I don't want. IMAT. നോക്കൂ, അടയാളം. ഹലോ, അടയാളം. സാർ, ഇവന്താ സാറാണ്. എന്നടാ ഇത്? പാമ്പാ? ബോംബാ? ഇത് മാങ്ങ. മാങ്കവാ? ഈ കണ്ടത്തിൽ ജെയിംസ് ഈ പോയുടെ പുറത്ത് വെച്ചാ മതി. വാതിലടക്കണ്ട, രാത്രി ഞാൻ വന്നെടുത്തോളാം. താക്കോല് സാറിന്റെ കയ്യിൽ തന്നെ വെച്ചാ പോരെ? എടാ, ഈ താക്കോല് കണ്ട രഞ്ജു എന്നെ സംശയിക്കില്ലേ? രഞ്ജു പറഞ്ഞാ ബാലു അറിയും, ബാലു പറഞ്ഞാ പദ്ധതി ഗോവിന്ദ. ഞാൻ പോയി അഖിലയോട് ഈ പ്ലാൻ എന്ന് പറയട്ടെ. ഷീ വിൽ ബി ഹാപ്പി. നീ എന്തിനാണ് കിടന്ന് ബേജാറാവണത്? നീയും അഖിലയും തമ്മിലുള്ള റൂട്ട് ക്ലിയർ ആയ സ്ഥിതിക്ക് ഇനി സ്വയം രക്ഷക്കുള്ള വഴി അവള് നോക്കിക്കോളും. അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സാർ വിളിച്ചാൽ അവൾക്ക് പോവാതിരിക്കാൻ പറ്റില്ല. പിന്നെ എന്താണ് ഒരു വഴി? വഴിയുണ്ട്. എന്ത് വഴി? ഇടഞ്ഞു നിൽക്കുന്ന ഒരു വില്ലനില്ലേ കഥയില്? പഴയതുപോലെ കാര്യങ്ങൾ അവന്റെ ചെവിയിൽ എത്തിച്ചാൽ ബാക്കി കാര്യം അവൻ നോക്കിക്കോളും. അതാര്? ദേ, കം ഓൺ, ആക്ഷൻ. വല്ലിച്ചിനിങ്ങി വാ. മാനവേന്ദ്രന്റെ ചുറ്റിക്കളി കണ്ടുപിടിച്ച് രഞ്ജുവിനെ ബോധ്യപ്പെടുത്താൻ പറ്റിയ അവസരം ഇതാ. എപ്പോ എത്തും? രാത്രിയിലോ? ഇന്ന് രാത്രിയിലോ? അത് മതി, പക്ക. ക്ലൈമറ്റോ? ക്ലൈമറ്റൊക്കെ നല്ല ചൂടും തണുപ്പും അല്ലേ? ഓക്കെ ഓക്കെ. മനുസാറിന് താമസിക്കാൻ രഹസ്യമായിട്ട് വേറെ മുറിയോ? നീ എന്തായി പറയുന്നേ? ഒരാൾക്ക് താമസിക്കാൻ ഒരു മുറി പോരെ? എടാ മണ്ട, നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? രഹസ്യമായിട്ട് വേറെ മുറി എടുക്കുന്നത് എന്തിനാ? എന്തെങ്കിലും ചുറ്റിക്കളി കാണും. ഷൂട്ടിങ്ങിനെന്നും പറഞ്ഞ് കുറെ മോഡൽസിനെ കൊണ്ട് പോണ്ടിച്ചേരിയിൽ വന്നത് എന്തിനാണെന്നാ നിന്റെ വിചാരം? അയ്യേ, മനുസാർ ആ ടൈപ്പാണോ? പിന്നല്ലാതെ, അതാണ് ആണുങ്ങള്. ഏത് മുറി എടുത്തിരിക്കുന്നു? 104. ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ മുറിയിൽ വരണമെന്ന് ഏതോ ഒരു പെൺകുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞു. ആ മുറിയുടെ താക്കോൽ മനുസാർ നമ്മുടെ മുറിയിലെ ടീപ്പോയുടെ മുകളിൽ കൊണ്ടുവന്ന് വെക്കും. കിടക്കാൻ നേരത്ത് മുറി അടക്കരുതെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. രാത്രി മനുസാർ വന്ന് ആ താക്കോൽ എടുത്തുകൊണ്ട് പോകും. ഇതാണ് പദ്ധതി. അതിനെന്തിനാ താക്കോല് നമ്മുടെ മുറി വെക്കുന്നത്? മനുസാറിന്റെ കയ്യിൽ വെച്ചാ പോലെ. അയ്യയ്യ, രഞ്ജി ചേച്ചി എങ്ങനെ ആ താക്കോല് കണ്ട സംശയം തോന്നൂലേ? ഓ അങ്ങനെ. എന്തൊരു ബുദ്ധി. ഇനി നീ ഇതാരോടും പറയാൻ പോകണ്ട. അവരായി അവരുടെ പാടായി. അല്ലെങ്കിൽ നമ്മൾ വെറുതെ നിരപരാധികളാവും.
വന്നു. പാതിരാത്രിയായാലും നിനക്ക് ഉറക്കൊന്നുമില്ലേ? ഇന്നത്തെ രാത്രി എനിക്ക് ഉറക്കമല്ല വല്യച്ഛ. അതെന്താ? നിനക്കിന്നിവിടെ ശിവരാത്രിയാ? ഇന്ന് എനിക്ക് മാത്രമല്ല വല്യച്ഛനും ശിവരാത്രിയാ. തൽക്കാലം വല്യച്ഛൻ ഇവിടെ എത്തിയ വിവരം ആരും അറിയാൻ പാടില്ല. ഇനി വന്നേ, ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞില്ലേ മനുവിന്റെ ചുറ്റിക്കളി കണ്ടുപിടിക്കാൻ പറ്റിയ അവസരം ഇതാണെന്ന്. എല്ലാം ഇന്ന് നേരിട്ട് കാണാൻ വല്യച്ഛ. നീ ചുറ്റി വളയാതെ കാര്യം എന്താണെന്ന് പറ ബാലു. അതൊക്കെ ഞാൻ മുറി ചെന്നിട്ട് എല്ലാം വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാർ മാറ്റിയിടാൻ പറഞ്ഞു. ഓപ്പറേഷൻ സക്സസ്. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? 104-നകത്ത് എന്നെ ആക്കിയിട്ട് വല്ലിച്ച മുറി പൂട്ടണം. ഓക്കെ? പൂട്ടിക്കോ. താക്കോൽ അവിടെ കൊണ്ടുവയ്ക്കുന്ന അവന്മാരെ അറിയരുത്. സൂക്ഷിച്ചു വേണം. ആ കാര്യം ഞാൻ ഏറ്റു. സോറി. ഇയാളെങ്ങനെ ഇവിടെ എത്തി? അതെ, ഇയാളെങ്ങനെ ഇവിടെ എത്തി? ബാലു കൊണ്ടുപോയ താക്കോൽ എങ്ങനെ ഇയാളുടെ കയ്യിലെത്തി? അതെ, ഈ താക്കോൽ എങ്ങനെ ഇയാളുടെ കയ്യിലെത്തി? എടാ നിന്നെ നീ ഇങ്ങോട്ട് മാറി. പിടികിട്ടി. എന്ത് പിടികിട്ടി? ഇത് അവര് തമ്മിലുള്ള ഒരു പ്ലേയാ. എന്റെ പ്ലേ പറയാം. ബാലു കൊണ്ടുപോകുന്ന താക്കോൽ നമ്പ്യാർ തിരികെ കൊണ്ടുവന്ന് വെക്കുന്നു. വീണ്ടും ബാലു കൊണ്ടുപോകുന്നു, നമ്പ്യാർ തിരികെ വെക്കുന്നു. അങ്ങനെ കൊണ്ടുപോകുന്നു. അത് എന്തിനാണെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ അവര് തമ്മിലുള്ള ഒരു കളിയാണെന്ന്. എന്ത് കളി? ചുമ്മാ സമയം പോകാനായിട്ട് കിടന്നുറങ്ങടാ. അതായത് മനസ്സിലായില്ലേ? ഷേവിംഗ് ഫോം ഇതാരിവിടെ കൊണ്ടുവച്ചു. സ്പ്രേ. ഈ സ്പ്രേക്കൊക്കെ DTS സൗണ്ട് ആണല്ലോ. അല്ലേ വേണ്ട, അവിടെ ചെന്നിട്ട് അടിക്കാം. ഭാഗ്യം എല്ലാരും ഉറങ്ങി. ശിവന്മാർ കിടന്ന് ഉറങ്ങിയാ മതിയല്ലോ, ഒന്നും അറിയണ്ട. 104 എല്ലാം ക്ലിയർ. എന്താടാ? എടാ മനുസാർ വന്ന് താക്കോൽ എടുത്തോണ്ട് പോയി. ഏത് താക്കോല്? എടാ 104-ന്റെ താക്കോല് കൊണ്ടുപോട്ടെ. അതിന് നിനക്കെന്താ? എടാ സംഗതി കുഴയില്ലേ? എന്തു കുഴയാൻ? ഇവന്റെ കാര്യം. എന്റെ കാര്യം കുഴയാനാ? ഞാൻ കിടന്നുറങ്ങാൻ വേണേ. എന്തു സുനാമിയെങ്കിലും അവരുടെ ഹലോ, ഞാനാ മനു. റൂമിലെത്തി, വേഗം വാ. സർ വേണ്ട, എനിക്ക് പേടിയാവുന്നു. ഒന്നും പേടിക്കണ്ടെന്നേ, ഇവിടെ അങ്ങ് ആരുമില്ല, എല്ലാരും ഉറക്കമായി. അല്ല അത് പിന്നെ എന്നെ ഡിസപ്പോയിന്റഡ് ആക്കരുത് പ്ലീസ്. വരണം, വന്നേ പറ്റൂ, ഞാൻ കാത്തിരിക്കുക. മോളെ രഞ്ജു,
എന്തൊരു ഉറക്കം. അച്ഛനോ? അച്ഛനെപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. അത് പോട്ടെ, എന്റെ പുന്നാര മരുമോൻ എവിടെ? മനു ഇവിടെ കിടന്നിരുന്നല്ലോ. ബാത്റൂമിലാ മറ്റോ പോയി കാണും. മനുവേട്ടാ, എന്റെ മോളെ അങ്ങനെ വിളിച്ചാലും അവൻ കേക്കില്ല. അവൻ എവിടെയുണ്ടെന്ന് ഈ അച്ഛനറിയാം. അച്ഛൻ എന്തായി പറയുന്നത്? ഓ, പാതിരാത്രിയിൽ ഭാര്യയെ മുറിക്കകത്ത് ഉറക്കി കിടത്തിയിട്ട് മുങ്ങുന്നൊരു ഭർത്താവിനാണല്ലോ മോളെ നിനക്ക് കിട്ടിയത്. അച്ഛൻ നീ ഇനി ഒന്നും പറയണ്ട, എല്ലാം നേരിട്ട് കണ്ടാലേ നിനക്ക് ബോധ്യാവുള്ളൂ. വന്നേ വാടി. ദേ നോക്ക്, വെറുതെ എന്നെ ക്ഷമ പരീക്ഷിക്കരുത്. തനിക്ക് എന്താ എത്ര പേടി? അതൊന്നും പറഞ്ഞാ പറ്റില്ല, വന്നേ പറ്റൂ. 5 എന്തൊക്കെയുണ്ട് അളിയ? ബാലു എന്താ ഇവിടെ? ഞാനിവിടെ യൂറിൻ പാസ് ചെയ്യാൻ വന്നതാ. അളിയൻ എന്താ ഇവിടെ? ഞാനിവിടെ പറ എന്താ? നീ എന്തിന്റെ പുറപ്പാടാ? അളിയൻ എന്തിനുള്ള പുറപ്പാടാ? എനിക്കിവിടെ പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം. അളിയന് യൂറിൻ പാസ് ചെയ്യണോ? എന്താ ഒരു പുളിച്ച ചിരി? ബാലു, നീ രഞ്ജുവിനോട് പറയരുത്. കിടന്നിട്ട് ഉറക്കം എനിക്ക് തോന്നി. അതല്ല, അവൾ അറിയാതെ രഹസ്യമായിട്ട് 2 സ്മോൾ അടിക്കാൻ വേണ്ടി വന്നു. അതിപ്പോ രഞ്ജു അറിഞ്ഞാൽ എന്താ? അളിയന്റെ സ്മോൾ അടി പരസ്യമായ ഒരു രഹസ്യമല്ലേ? സ്മോൾ വന്നു, നമുക്ക് ഒരുമിച്ചടിക്കാം. അളിയൻ വാതിൽ വേണ്ട, ഞാൻ രഞ്ജുവിനോട് പറയില്ല. അളിയൻ വാതിൽ വേണ്ട. നീ പറയും, എനിക്കറിയാം. നമുക്ക് ഒരുമിച്ച് അടിക്കണം. പിന്നെ വിളിക്കാം. പിന്നെ വാ. മോളല്ല, ബിഗ് വല്യച്ഛൻ. അമ്മാവനെപ്പോ വന്നു? ദാ ഇപ്പൊ പൊട്ടി വീണതേ ഉള്ളൂ. പെട്ടെന്നൊരാഗ്രഹം മരുമോനെ ശരിക്കൊന്ന് കാണണം. വരൂ, നമുക്ക് മുറിയിലേക്ക് പോവാം. ഈ 12-ാം മണിക്കൂറിൽ അവിടെ ആ മുറി ഉള്ളപ്പോൾ നിനക്ക് ഇവിടെ ഈ മുറിക്കകത്ത് എന്താ കാര്യം? അത് പിന്നെ ഏത് പിന്നെ? ആ മുറിയിലെ ബാത്റൂമിലെ ഫ്രഷ് വർക്ക് ചെയ്യുന്നില്ല. ഈ മുറിയിലെ ബാത്റൂമിലെ ഫ്രഷ് വർക്ക് ചെയ്യുന്നോണ്ട് നോക്കാൻ വന്ന. ഇത് നമ്മുടെ മുറി തന്നെ. പാതിരാത്രിക്ക് നിനക്ക് എന്തിനാടാ ഫ്രഷ്? എന്താ ലൂസ് മോഷൻ? ഈ അമ്മാവന്റെ നീ മിണ്ടരുത്. തെണ്ടി, നിന്റെ ഈ പ്രായം കഴിഞ്ഞിട്ടാ ഞാനും ഇതുവരെ എത്തിയത്. പക്ഷെ ഇതുപോലെ ഒരു ചെറ്റത്തരം കാണിച്ചിട്ടില്ല. കെട്ടിയ പെണ്ണിനെ ഒറ്റയ്ക്ക് മുറിക്കകത്ത് ഉറക്കി കെടുത്തിയിട്ട് നീ ഇവിടെ പമ്മി ഒന്ന് കയറുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഞാൻ മാത്രല്ല, ഇവന് ഞാൻ കണ്ടു. അമ്മാവൻ എന്തൊക്കെയായി പറയുന്നത്? പറയാ മാത്രല്ല, ഇനി പ്രവർത്തിച്ച് ഞാൻ കാണിച്ചു തരാം. രഞ്ജു, നീയെങ്കിലും ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കും. വേണ്ട, എനിക്കെല്ലാം ബോധ്യമായി. ഇത്രയും കാലം മനുവേട്ടനെ വിശ്വസിച്ച ഞാനാ വണ്ടി. എനിക്കിനൊന്നും കേൾക്കണ്ട. രഞ്ജു, നടന്ന കാര്യങ്ങളെല്ലാം നിന്നോട് മാത്രമായി പറഞ്ഞ് ഞാൻ ബോധ്യപ്പെടുത്താം. വേണ്ട, നീ കുറെ കാലായി ഇവളോട് മാത്രമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. ഇപ്പൊ അവൾക്ക് എല്ലാം മനസ്സിലായി. രഞ്ജു, നീ ഇതിന് പിന്നെ ദുഃഖിക്കേണ്ടി വരും. അവള് ദുഃഖിക്കില്ല. ഇവളെ പൊന്നുപോലെ നോക്കുന്ന നല്ല അന്തസ്സുള്ള ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട്. അവരോട് തന്നെ കണ്ടുപിടിച്ച് കെട്ടിച്ച് കൊടുക്കും ഞാൻ ഇവളെ. വാ മോളെ. രഞ്ജു, അവളെ വിളിക്കണ്ട, അവള് വരില്ല. ആ ചാപ്റ്റർ ക്ലോസ്ഡ്. ഗുഡ് ബൈ. എന്താ സാർ, എന്തു പറ്റി? എല്ലാം കുഴപ്പമായടാ. രഞ്ജു വളരെ ഫീൽ ചെയ്താ പോയത്. വേണ്ട, അകത്തോട്ട് കയറണ്ട. എനിക്ക് പറയാനുള്ളത് ഞാനത് പോണ്ടിച്ചേരിയിൽ വെച്ച് പറഞ്ഞു. നിനക്ക് പറയാനുള്ളത് നീയും പറഞ്ഞു. ഒടുവിലൊരു തീരുമാനവുമാണ്. ഇനി നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് രഞ്ജുവിനെ കാണണം, അതിനാ ഞാൻ വന്നത്. രഞ്ജു ഉണ്ടായിരുന്നല്ലോ അവിടെ, നീയും കണ്ടതല്ലേ. അവൾക്ക് പറയാനുള്ളത് അവളും പറഞ്ഞു. ബാലു നിനക്ക് വല്ലതും പറയാനേ പറഞ്ഞു കൊടുക്കണം. എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല. നീ പോടാ എന്റെ പാട്ടിന്. അമ്മാവ തമാശ കളിക്കാനുള്ള നേരമല്ലത്. രഞ്ജുവിനെ കണ്ടിട്ടേ ഞാൻ പോവും. എനിക്ക് അവളോട് സംസാരിക്കണം. പക്ഷേ അവൾക്ക് നിന്നോട് സംസാരിക്കണ്ടെങ്കിലോ? എല്ലാം കേട്ടോണ്ട് അകത്തിരിപ്പുണ്ട്. സംസാരിക്കാനേ പറയാനുണ്ടെങ്കിൽ ഇറങ്ങി വരില്ലേ? അവള് വന്നില്ലല്ലോ. നീ ഇനി ആരെ കാണാനേ നിക്കണേ? പിന്നൊരു കാര്യം, നീ നേരെ ആഫീസിലോട്ടാണ് പോകുന്നെങ്കിൽ അവിടെ പോയിട്ട് കാര്യമില്ല. ആ കസേര ഞാൻ മാറ്റി പണിയാൻ കൊടുത്തു അല്ലേടാ. പിന്നെ കമ്പനി വക കുറച്ച് പണം ബാങ്കിൽ കിടപ്പില്ലേ, അത് ഞാനങ്ങ് മരവിപ്പിച്ചു. ഇനി നിനക്ക് 5 or 10 വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ തരാട്ടോ. നിങ്ങളൊരു മനുഷ്യനാണോ? അല്ലടാ, മൃഗം. കണ്ടാ മൃഗം. എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിലും നടക്കില്ല. രഞ്ജു എന്റെ ഭാര്യയാണെങ്കിൽ അവൾ എന്നോടൊപ്പം ജീവിക്കും. അവൾ എന്റെ മോളാണെങ്കിൽ ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിക്കൂ. കാണാം. കാണാം. നീ പോടാ. വാടാ. വന്നു. അടിതെറ്റി ആനയും വീഴുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ മതയാനെ പോലെ മതിച്ചടക്കുന്ന മനസ്സാർ വീഴുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിർത്തണം. ഒരു ലാർജ് അടിച്ചിട്ട് നിർത്തിയേക്കാം. ശവത്തി കുത്താനാണോ താൻ ഇവിടെ വന്നിരിക്കുന്നത്? അതിന് സാറ് ശവമായെന്ന് ആര്